ഗായൂസ് ഗൈഡൻസ് ഡയറക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചോ അതോ ഒരു റീയൂണിയന് സാധ്യമാണോ എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് ഫസ്റ്റ് നോക്കുന്നത്. 8 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് മജീഷ്യൻ കാർഡാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ബ്ലോക്കേജ് എന്താണെന്ന് ചോദിച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. റീയൂണിയൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. 8 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയും കഠിനാധ്വാനവും ചെയ്യുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം വിശ്വാസം പുലർത്തിയിരിക്കാം. അല്ലെങ്കിൽ ഈ വേർപിരിയലിൻ്റെ കാരണം കണ്ടെത്താനും അതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തിക്ക് അവർക്കെല്ലാ കഴിവുകളുമുണ്ട്, പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുമുണ്ട്. ഒരുപക്ഷെ അവർ ഈ സാഹചര്യം പുതിയ തുടക്കത്തിനുള്ള അവസരമായി കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഇനി നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കേജ് എന്താണെന്ന് ചോദിച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെയും അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ സൂചനയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ചില കാരണങ്ങളാൽ നിങ്ങൾ തമ്മിൽ വേർപിരിയൽ സംഭവിച്ചിരിക്കാം. ഇപ്പോൾ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അത് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ തമ്മിൽ റീയൂണിയൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴുള്ള അവസ്ഥ പോയിട്ട് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതിൻ്റെ സൂചനയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പുനഃസമാഗമം സംഭവിക്കുകയാണെങ്കിൽ അത് പഴയ പോലുള്ള ബന്ധത്തിൻ്റെ അതേ രൂപത്തിലായിരിക്കില്ല. പഴയ കാര്യങ്ങൾ ഇല്ലാതാവുകയും പുതിയൊരു രീതിയിൽ ബന്ധം ചിലപ്പോൾ പുനരാരംഭിക്കാം. അല്ലെങ്കിൽ ഈ ബന്ധം പൂർണ്ണമായും അവസാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയും ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ വളരെയധികം ശ്രദ്ധയും പരിശ്രമവും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ മറ്റേ വ്യക്തി അവരുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു അപ്രതീക്ഷിതമായ മാറ്റം അല്ലെങ്കിൽ വഴിത്തിരിവ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പുനഃസമാഗമം സംഭവിക്കുകയാണെങ്കിൽ പോലും അത് പഴയ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരു പൂർണ്ണമായ അവസാനം വരാനും അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.